പട്ടാമ്പി താലൂക്ക് ആശുപത്രി പട്ടാമ്പിയുടെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ആ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പട്ടാമ്പി നഗരസഭയും ജനപ്രതിനിധികളും നിരന്തരമായ ഇടപെടൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 15.5 കോടി രൂപ അനുവദിക്കുകയും അന്ന് അതിൻ്റെ തറക്കല്ലിടൽ പ്രവൃത്തിയും പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ AS ഉം TS ഒക്കെ ലഭിച്ചു. പക്ഷേ റെയിൽവേയുടെ പരിസര പ്രദേശമായതുകൊണ്ട് റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ട് ആ പ്രവൃത്തി തുടങ്ങി വെക്കാൻ സാധിച്ചിട്ടില്ല. നിരന്തരമായി ഈ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിരവധി ശ്രമങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 1/7/2026 റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ റെയിൽവേയുടെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഗവൺമെൻറ് മാറി ഈ ഫണ്ട് കിഫ്ബി ഫണ്ടായതുകൊണ്ട് കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ആരംഭിക്കാത്ത ചില കെട്ടിടങ്ങളും അതുപോലെ തന്നെ ചില ഫണ്ടുകളൊക്കെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് താലൂക്ക് ആശുപത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആളുകളുടെ നിരന്തരമായ കാത്തിരിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയും റെയിൽവേയുടെ അനുമതി ലഭിച്ച വിവരം അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തിന് രേഖാമൂലം നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പട്ടാമ്പിയുടെ ഈ ഒരു താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് അനുഭാവപൂർവമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിനാവശ്യമായ നിർദ്ദേശം നൽകും എന്നാണ് നഗരസഭ വിശ്വസിക്കുന്നത്.